അർച്ചശിഷ്ടാ സിലുവൈ തിരുവടയാളമതാലേ അലൈകളാം സത്തുരു വിണ്ണിടത്തിൽ നിന്നു അമലനെ എങ്ങളെ കാപ്പാറ്റിക്കൊള്ളുവാൻ ആദിപിതാസുതൻ ഇസ്പിരിത്തു വന്ദനമേ ഇന്ന് സഭയിലെ വന്ന ജനങ്ങൾക്കും വന്ദനമേ ഇന്ന് സഭയിലെ വന്ന ജനങ്ങൾക്കും കാരുണ്യം പോലെ കാഞ്ചനബിംബം പോലെ വന്നരുളീടിന വല്യകളിയാശാന് വന്നരുളീടിന വല്യകളിയാശാന് വന്ദനം തന്നേനാ ശേഷം വന്ദനം തന്നേനാ. മാന്യമഹാജനങ്ങളെ, ഇന്നിവിടെ തോമാചരിതം ചവിട്ടുനാടകം അരങ്ങേറുകയാണ്. ഇത് കാണുവാൻ വന്ന നിങ്ങളേവരെയും തമ്പുരാൻ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ.
വൈദേശികനായ തോമ വന്നിരിക്കുന്നു. വരാൻ പറയൂ. നിനക്ക് എന്തു പണിയറിയാം? തച്ചപ്പണിയും കെട്ടിട നിർമ്മാണവും. കല്ലിലും മരത്തിലും പണി അറിയാമോ? മരത്തിൽ കലപ്പയും നുകവും ചാട്ടയും കപ്പിയും വള്ളവും തുഴയും. കല്ലിലാണെങ്കിൽ തൂണുകളും കൊട്ടാരങ്ങളും. എങ്കിൽ എനിക്കൊരു അരമന പണിയാൻ നിനക്ക് സാധിക്കുമോ? ഞാൻ പണി അലങ്കരിച്ചു തരാം. അതാ അങ്ങോട്ട് നോക്കൂ, അവിടെയാണ് കൊട്ടാരം പണിയേണ്ടത്. ആട്ടെ, എന്ന് പണി തുടങ്ങും? സൂയസ് മാസത്തിൽ. കൊള്ളാം. എല്ലാവരും വേനൽക്കാലത്ത് പണി തുടങ്ങുന്നു, നീ തണുപ്പ് കാലത്ത് പണി ആരംഭിക്കുന്നു. അങ്ങനെ തന്നെ വേണം. പണവും സാധനങ്ങളും കലവറക്കാരനിൽ നിന്ന് കൈപ്പറ്റിക്കൊള്ളുക. അങ്ങനെയാവട്ടെ. ആരെവിടെ? തോമ അവശരായ ആളുകൾക്ക് പണവും സാധനങ്ങളും നൽകുന്നു. കൊട്ടാരം പണിയുന്നതിന് വേണ്ടി കലവറയിൽ നിന്ന് വാങ്ങിയ പണം ഗ്രാമീണർക്ക് വിതരണം ചെയ്യുന്നു. ഇതെന്ത് നീതി? രാജകീയമായ പരിഹാരം ചെയ്യാൻ രാജാവിനറിയാം. ഇപ്പോൾ പാവങ്ങൾക്ക് ആശ്വാസമാണ് വേണ്ടത്. കർത്താവ് അനാഥരെ പോറ്റുന്നു. കർത്താവ് വിധവകൾക്ക് സംരക്ഷണവും പീഡിതർക്ക് ആശ്വാസവും അഭയവുമാണ്. നീ എനിക്ക് കൊട്ടാരം പണിതോ? പ്രഭു. എപ്പോഴാണ് എനിക്കത് കാണാൻ സാധിക്കുക? ഇപ്പോൾ കാണാനാവില്ല. ഈ ജീവിതം വിടുമ്പോൾ അങ്ങേക്ക് അത് കാണാം. ദൈവമകനെ, തിരുവചനം ചൊല്ലാം കേള്. വാളെടുക്കുന്നോ വാളാൽ തന്നെ വിധിയെ. നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ഞാൻ പണിതു നല്ലൊരു ഗൃഹം. പനി പിടിച്ചു മരിച്ച നിന്റെ സഹോദരന്റെ ആത്മാവ് നേരിൽ കണ്ടു നിനക്കുള്ളതാം സ്വർഗ കൊട്ടാരം. ആരെവിടെ? ഈ തോമയെ തുറുങ്കിലടക്കൂ. ശ്രീ രാജേന്ദ്രവർമ്മ മഹാരാജാവ് പള്ളിയുറങ്ങുന്നു. ഞാൻ കണ്ടു. സ്വർഗത്തിൽ നിനക്കായി തോമ പണിത സുന്ദര ഗേഹം ഞാൻ കണ്ടു. ഞാൻ എന്താണ് ഈ കണ്ടത്? പനി പിടിച്ചു മരിച്ചു പോയ എന്റെ സഹോദരന്റെ ആത്മാവ് എന്താണ് പറഞ്ഞത്? ആ തോമ നീതിമാനാണ്. ആരെവിടെ? ആ തോമയെ മോചിപ്പിക്കൂ. എന്നോട് ക്ഷമിക്കൂ.